തിരുവനന്തപുരം മേയർ കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞ സംഭവത്തിൽ ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ കേസെടുക്കാൻ നിർദ്ദേശം. എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. യദുവിന്റെ പരാതി പോലീസിന് കൈമാറി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം. വിവരങ്ങളുമായി എം.കെ. വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, നേരത്തെ തന്നെ മേയർക്കും ഭർത്താവ് എം.എൽ.എ ആയ സച്ചിൻ ദേവിനും കണ്ടാൽ അറിയാവുന്ന 3 പേർക്കും എതിരെയും കേസെടുക്കാൻ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 നിർദ്ദേശിച്ചിരുന്നു. അത് ഒരു അഭിഭാഷകൻ ഫയൽ ചെയ്ത ഹർജിയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നു, പൊതുതാൽപര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായത്. ഇപ്പോഴിതാ ഈ പരാതിക്കാരനായ ഡ്രൈവർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ യദു നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. ഒരേ സ്വഭാവമുള്ള കേസായതുകൊണ്ട് ഈ 2 എഫ്ഐആറുടെ ആവശ്യം ഉണ്ടോ? കന്റോൺമെന്റ് പോലീസ് എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? ഇക്കാര്യത്തിൽ ഒരു 2 എഫ്ഐആറിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം സമാനമായ ഒരേ ആവശ്യമാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, യദു നേരിട്ട് പോലീസിൽ, കന്റോൺമെന്റ് പോലീസിൽ രേഖാമൂലം പരാതി നൽകിയിരുന്നു. അത് സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഒരു നീതി നടപ്പാക്കുന്നതിന്റെ വൈരുദ്ധ്യമാണ് നമ്മൾ അവിടെ കണ്ടത്. മേയറും അതേപോലെ തന്നെ എം.എൽ.എ ആയിട്ടുള്ള ഭർത്താവും ഒക്കെ അടങ്ങുന്ന ആ സംഘം ഈ യദു മോശമായി പെരുമാറി എന്നുള്ള തരത്തിൽ പരാതി കൊടുത്തു. അത് കേസെടുക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. അതിന്റെ ഭാഗമായി പോലീസ് അത് കേസെടുക്കുന്നു. എന്നാൽ ഇതേ സംഭവത്തിൽ യദു ഇതേ പോലീസ് സ്റ്റേഷനിൽ, കന്റോൺമെന്റ് പോലീസിൽ രേഖാമൂലം പരാതി നൽകുന്നു. മേയറും ഭർത്താവും അടങ്ങുന്ന സംഘം, എം.എൽ.എ അടങ്ങുന്ന സംഘം ഈ പൊതു റോഡിൽ കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞു നിർത്തി തന്നെ അസഭ്യം പറഞ്ഞു, ആ ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ മേയർക്കെതിരെയും എം.എൽ.എക്കെതിരെയും യദു എഴുതി നൽകിയ പരാതിയിലുള്ളത്. പക്ഷേ ആ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. അത് മാത്രമല്ല, ആ ബസ്സിലെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാണാതെ പോവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഒരാളുടെ അല്ലെങ്കിൽ ഒരു പക്ഷത്തെ പരാതി മാത്രം സ്വീകരിച്ച്, ഭരണപക്ഷത്തു നിന്നുള്ള ആളുകളുടെ പരാതി മാത്രം സ്വീകരിച്ച് പോലീസ് നീതി എന്ന് പറഞ്ഞ് നടപ്പാക്കാൻ നോക്കുമ്പോഴാണ് നീതി തേടിയത് നേരിട്ട് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയായിരുന്നു. ഈ അപേക്ഷയാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. കോടതി പറഞ്ഞത്, ഇക്കാര്യത്തിൽ നിങ്ങൾ എഫ്ഐആർ രേഖപ്പെടുത്തൂ, കേസ് രജിസ്റ്റർ ചെയ്യൂ. അതിൽ എം.എൽ.എ, മേയർ എന്നൊന്നുമില്ലല്ലോ. ഒരാൾ പരാതി നൽകിയാൽ ന്യായമാണെങ്കിൽ പോലീസ് അത് കേസെടുക്കണം. അതാണ് നിയമം. അപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് എം.എൽ.എ, ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് എം.എൽ.എ, മേയറുടെ സഹോദരന്റെ ഭാര്യ, കണ്ടാൽ അറിയാവുന്ന 5 പേർക്കെതിരെയും കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതാണ് ഈ രാജ്യത്തെ നിയമ സംവിധാനം. ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയാൽ അത് ഭരണപക്ഷത്തുള്ളവരാണോ പ്രതിപക്ഷത്തുള്ളവരാണോ രാഷ്ട്രീയ പിൻബലമുണ്ടോ വിനോദ്, തിരുവനന്തപുരം മേയർ കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞ സംഭവത്തിൽ ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ കേസെടുക്കാൻ നിർദ്ദേശം. എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. യദുവിന്റെ പരാതി പോലീസിന് കൈമാറി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം. എം.കെ. വിനോദാണ് വിവരങ്ങൾ നൽകിയത്.